എലൈറ്റ് ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ള മയണൈസാണ്. നമുക്ക് മയണൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും നാരങ്ങാനീരും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും. നമുക്ക് മുട്ട പൊട്ടിച്ച് മുട്ടയുടെ വെള്ളം മാത്രം ചെറിയ ജാറിലേക്ക് ഒഴിക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാനുള്ള ഒരു ടിപ്പാണിത്. പിന്നെ ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് അതിന് കൂടുതൽ അനുയോജ്യമായത്. അതുകൊണ്ട് വെളുത്തുള്ളി പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ നീരാണ് അവിടെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനെഗർ, സുർക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം. വിനെഗർ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു കുത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ നാരങ്ങ നീരെടുത്തത്. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് പഞ്ചസാര, അത് ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ലോയിലിട്ട് അടിച്ചാൽ മതിയാകും. ബാക്കി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനിയാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടത്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചാണ് ഒഴിക്കേണ്ടത്, ഒരുമിച്ച് ഒഴിക്കരുത്. പിന്നെ കുറച്ച് കുറച്ചായി അടിച്ചെടുക്കുക. കുറച്ച് സമയം അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലാണ് ആ കൺസിസ്റ്റൻസി മയോണൈസിന് നൽകുന്നത്. അതുകൊണ്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചാൽ പാളിപ്പോകും. ഇപ്പോൾ ചെറിയൊരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ടത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോക്കി ഇട്ടെടുക്കാം. ചെറുതായി ഒന്ന് അടിച്ചു കൊടുക്കാം. വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ വരണമെങ്കിൽ കൂടുതൽ ഓയിൽ നമുക്ക് ചേർത്തെടുക്കാം. കുറച്ചായി ചേർത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ അതില്ലെങ്കിൽ മാത്രം പാം ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് നല്ല രുചികരമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് മയോണൈസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടു പോകുന്നതല്ലാതെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ സബ്സ്ക്രൈബ് ദ ചാനൽ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.